ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഇതാ നമ്മുടെ അനി ഒരു വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുകയാണ് സിറ്റ് ഔട്ടിൽ. അപ്പോൾ അവിടേക്ക് ചായയുമായിട്ട് വന്നിട്ട് നയന പറയാണ്, ഇതാ അനി ചായ. അനിയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ, നന്ദുവും പറഞ്ഞതല്ലേ. പിന്നെ അനി ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും നന്ദുവിനോട് നേരത്തെ വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളപ്പോൾ രാത്രിയിൽ എന്തിനാ അവളുടെ മുറിയിൽ ചെന്നിട്ട് തട്ടി വിളിച്ചത്? അത് പിന്നെ എന്തോ കല്യാണം എടുത്തപ്പോൾ എൻ്റെ സ്വസ്ഥത പോയി ഏട്ടത്തി. അതുകൊണ്ട് നന്ദുവിനോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം എന്ന് കരുതി നന്ദുവിനെ വിളിച്ച് അങ്ങോട്ട് പോയതാ ഏട്ടത്തി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ പറഞ്ഞു വിടും, പിന്നെ കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതി എന്ന് പറയും. അയ്യോ ഏട്ടത്തി, എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ നന്ദുവിനെ ശല്യം ചെയ്യാനൊന്നല്ല പോയത്. രാത്രിയിൽ പോയിട്ട് അവളുടെ മുറിയിൽ തട്ടി വിളിക്കുന്നത് അവൾക്ക് ശല്യം തന്നെയാണ്. ഇനി അത് ആവർത്തിക്കില്ല ഏട്ടത്തി. അനി ഒരു ബെസ്റ്റ് ഫ്രണ്ടായി കണ്ട നന്ദുവിനെ പ്രേമിക്കുവാണെന്നറിഞ്ഞപ്പോൾ അതവൾക്ക് വലിയൊരു ഷോക്കായി. അത് അവൾക്ക് മാത്രമല്ല എനിക്കും. അതിനുശേഷം അനിയെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്ന് മനസ്സിലായപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. എന്നാൽ ഇപ്പോഴും അനിയുടെ മനസ്സിൽ അവളുണ്ടെന്നറിഞ്ഞാൽ അതവൾക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അനി പറയാണ്, നന്ദുവിൻ്റെ ഭാഗം ഞാൻ കേട്ടു, ഏട്ടത്തി പറഞ്ഞതും കേട്ടു, പക്ഷേ അതൊക്കെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എനിക്ക് ചേർന്ന പെണ്ണാണ് അനാമിക എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ. ഏട്ടത്തി, ഒരു തരത്തിലും അവളുടെ സ്വഭാവമായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ അങ്ങോട്ട് പറ്റുന്നില്ല. ഇതൊക്കെ അനിയുടെ മുത്തശ്ശനോടൊന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ അറിയാലേ എന്താ സംഭവിക്കാന്ന്. വളരെ മനസ്സമാധാനത്തോടെ നടക്കുമായിരുന്നു ഞാൻ, അതിനി നഷ്ടപ്പെടാൻ പോവാ. അനാമിക വന്നാൽ അനിയുടെ മനസ്സമാധാനം പോവുമെന്ന് അനി നേരത്തെ ഉറപ്പിച്ചോ? ഏട്ടത്തി, 2 മരുമക്കൾ ഈ വീട്ടിലേക്ക് വന്നു, ഏട്ടത്തിയും ഏട്ടത്തിയുടെ ചേച്ചിയും. ഏട്ടത്തി എന്താണെന്ന് വന്ന അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. ഒന്നും എനിക്ക് എതിരഭിപ്രായമില്ല. ഏട്ടൻ്റെ സ്വഭാവം എന്നിട്ട് അത് തന്നെ കാണുന്നില്ലേ? അല്ല, ഏട്ടൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും ഏട്ടത്തി കാരണക്കാരിയല്ല. എന്നാലും ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് ഏട്ടൻ നട്ടം തിരിയുക, അത് ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ഞാനേടത്തിയുടെ ഏട്ടത്തിയെ പോലെ കുറച്ച് തൻ്റെടവും പിടിഭാഷയുള്ള ഒരു പെൺകുട്ടി ഈ വീടിൻ്റെ മരുമകളായി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇപ്പോഴുള്ള ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ലേ? അപ്പോൾ നയന പറയാണ്, അല്ലെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെയൊന്നും ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ഫ്രീഡം കുറച്ചൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ നല്ലൊരു ഭാഗം സമയവും പങ്കാളിക്ക് കൊടുക്കേണ്ടി വരും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ആ തലവേദന ഉണ്ടാകുന്നത്. അപ്പോൾ അനി പറയാണ്, എൻ്റെ ജീവിതം ഒരു പരാജയമായാൽ അതിന് എല്ലാവരും ഉത്തരവാദികളാണ്. ഏട്ടത്തിയും മുത്തശ്ശനും ഏട്ടനും ഉൾപ്പെടെ എല്ലാവരും. ഞാനിനി ഒന്നും പറയുന്നില്ല, വിധിച്ചതേ നടക്കൂ. അനി വേണ്ടെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചോ. പക്ഷേ അനാമികയ്ക്ക് പകരമായിട്ട് എൻ്റെ അനിയത്തിയെ ഒരിക്കലും കാണരുത്. അത് നടക്കാൻ പാടില്ലാത്ത ബന്ധമാണ്. നയന അനിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ട് വരുന്ന സമയത്ത് അതായത് നന്ദുവും അതേ ഇരിപ്പാണ് ഇരിക്കുന്നത് ഭിത്തിയിൽ. അപ്പോൾ അവൾ നന്ദുവിനും ചായ കൊടുക്കുകയാണ്. നന്ദുവിനോട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചവരാ, അതുകൊണ്ടാണ് പഴയതുപോലെ നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റാത്തത്. അതൊന്നും പുറത്ത് കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അനി എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഏട്ടത്തി എനിക്ക് ഫ്രീ ആയിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല ചേച്ചി. അനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നയന പറയാണ്, ഇവിടെ അനിയുടെ വിശ്വാസം അവൻ ചിന്തിക്കുന്ന രീതിയിൽ ഒരു ഇഷ്ടം ഇല്ലെന്നാ. അങ്ങനെയുള്ളപ്പോൾ അത് നിൻ്റെ സംസാരത്തിലൂടെയും നിൻ്റെ പ്രവൃത്തിയിലൂടെയും നീ അവനെ തെളിയിച്ചു കൊടുക്കണം. അതിന് പകരം അവനെപ്പോലെ മനസ്സിനകത്ത് ഇങ്ങനെ വിഷമം വെച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ വന്നോളാം. നീയും നിങ്ങൾ തമ്മിൽ കാണേണ്ടവരാ, സംസാരിക്കേണ്ടവരാ. ആ സമയത്ത് അനി എല്ലാം മറക്കും. നീയും മറന്നേ പറ്റൂ. എല്ലാം മറക്കാൻ കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനിയുടെ അമ്മ എല്ലാം കേൾക്കുന്നുണ്ട് പുറത്തു നിന്നിട്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ മനസ്സിൽ കടന്നുകൂടുന്നത്. അതുകൊണ്ടാണ് അയാളെ മറക്കാൻ ഇത്രയും പ്രയാസം. അപ്പോൾ നയന പറയാണ്, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. മോളെ, നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ നീയും അനിയും ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും മാറി നിന്ന് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. എല്ലാവർക്കും പിന്നെ സംശയം തോന്നും, പ്രത്യേകിച്ചും ആദർശേട്ടന്. മിണ്ടുന്നതും പറയുന്നതും ഒന്നും കുഴപ്പമില്ല ചേച്ചി, പക്ഷേ അർദ്ധരാത്രി കഴിഞ്ഞ് മുറിയിൽ വന്ന് മുട്ടി വിളിക്കുന്നത് ശരിയാണോ? അതേപ്പറ്റി ഞാൻ അനിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അനിക്കിപ്പോഴും അനാമികയോട് വലിയ താല്പര്യമൊന്നുമില്ല. അതിൻ്റെ കാരണം നീയാ മോളെ. അത് നീ മനസ്സിലാക്കണം. നിന്നെ അനി സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ
ഒരിക്കലും അവനിങ്ങനെ നിരാശയോടെ മാറി നിൽക്കില്ലായിരുന്നു. നിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ചയുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് എനിക്കറിയാം. ഒരിക്കലും സൗഹൃദം അതിനപ്പുറത്തേക്ക് വളരുമെന്ന് ഞാൻ ചിന്തിക്കാതെ പോയതും അതുകൊണ്ടാണ്. അവിടെ എനിക്ക് തെറ്റുപറ്റിപ്പോയി. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അനാമിക വിളിക്കുകയാണ്, അതായത് അനിയുടെ അമ്മയെ. അപ്പോൾ അനിയുടെ അമ്മ ഒരുവിധം എല്ലാം നാനയും നന്ദുവും പറയുന്നതൊക്കെ കേട്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നാന അതായത് അനാമിക വിളിച്ചിട്ട് പറയാണ്, സ്വർണമൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നെയാണ് എടുത്തത്, ഒന്നും മാറ്റിയില്ല, അതെല്ലാം ജ്വല്ലറിയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ജ്വല്ലറി ആയതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ. കല്യാണമായിട്ട് എല്ലാവരും എത്തിത്തുടങ്ങിയോ? ഓ, അപ്പോൾ കല്യാണത്തിന് 2 ദിവസം മുമ്പേ ആൾക്കാർ വരുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒന്നുകിൽ തലേ ദിവസം വരും, അല്ലെങ്കിൽ അന്ന് വരും. പിന്നെ ഇപ്പോൾ നാനയുടെ അനിയത്തി വന്നിട്ടുണ്ട്, നന്ദു. അപ്പോൾ അനാമിക പെട്ടെന്ന് ചോദിക്കുകയാണ്, നന്ദു എത്തിയോ? ആ, എത്തി. അതെന്താ അവൾ ഇത്രയും നേരത്തെ വന്നേ? നേരത്തെ അല്ലല്ലോ, ഇനി കല്യാണത്തിന് 2-3 ദിവസമല്ലേ ഉള്ളൂ. നന്ദുവിൻ്റെ 2 ചേച്ചിമാരും ഇവിടുത്തെ മരുമക്കളല്ലേ. അപ്പം പിന്നെ നന്ദു വേഗം വരണ്ടേ നേരത്തെ? അത് പിന്നെ അമ്മയെ എനിക്കൊന്ന് കാണണം എത്രയും പെട്ടെന്ന്. എന്താ മോളെ? എന്നെ കാണാൻ വരുന്ന വിവരം ആരും അറിയണ്ട. അമ്മ വീടിന് പുറത്ത് റോഡിൽ കുറച്ച് മാറി നിന്നാൽ മതി. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. ഫോണിൽ കൂടി പറയാൻ പറ്റില്ലേ മോളെ? ഇല്ല, നേരിൽ പറയാം. ശരി, എന്നാൽ ഞാൻ വന്നോളാം. ആ, ആരും അറിയണ്ട കേട്ടോ. ഇല്ല. ആ, അപ്പോഴാണ് അവിടെ നന്ദുവും നയനയും വന്നത്. അപ്പോൾ അനിയുടെ അമ്മ പറയാണ്, ഇന്നലെ ആദർശിൻ്റെ ഒപ്പം മോള് പുറത്തു പോയിരുന്നു അല്ലേ? ആ, 10 മണി കഴിഞ്ഞപ്പോൾ ആദർശേട്ടന് പുറത്തു പോകണമെന്നൊരാഗ്രഹം. പിന്നെ പോകേണ്ടി വന്നു. ഏട്ടത്തി ഉറങ്ങിയെന്ന് കരുതിയാവും അവൻ മോളെയും കൂട്ടി പോയത്. അതെ, പക്ഷേ വഴിയിൽ വെച്ച് അച്ഛനെയും അമ്മയും കണ്ടു. ഏട്ടത്തി രാവിലെ കണ്ടപ്പോൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നത് മിക്ക ദിവസങ്ങളിലും നിങ്ങളിങ്ങനെ ചുറ്റാറുണ്ടെന്നാ. അയ്യോ, കുറേ നാൾ കൂടി ഇന്നലെയാണ് ഒന്ന് പോയത്. പെട്ടെന്ന് അനിയുടെ അമ്മ ചോദിക്കുകയാണ്, ഇവിടെ വന്നിട്ടും നന്ദുവിന് ഒരു മാറ്റവും ഇല്ലല്ലോ. അനി മോളെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, അപ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അനിയോട് ഷെയർ ചെയ്തൂടെ? അതെങ്ങനെയാ? അവനും ഇപ്പോൾ ഏതു നേരവും നിരാശയിലാണല്ലോ. ഇതുവരെയും കല്യാണമായിട്ട് അവൻ പൊരുത്തപ്പെട്ടിട്ടില്ല. ഒക്കെ ശരിയായിക്കോളും ഇളയമ്മേ, നയന പറയാ. അപ്പോഴേ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം, എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാനാ. ഞാൻ എന്നാൽ പോയിട്ട് വരാം. നന്ദു, നീയും അനിയും തമ്മിൽ ഫ്രണ്ട്സാണെന്ന് കരുതിയിട്ടാ ഇളയമ്മ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ നീയും അനിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഇളയമ്മയുടെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ, എങ്കിലും അവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല മോളെ. ഇതുവരെയും അനി ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന എൻ്റെ വിശ്വാസം. ആദ്യമായി അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയ പെൺകുട്ടി നീയാ. അതുകൊണ്ട് നിന്നെ മറക്കാൻ അവനിനി പ്രയാസമാണ്. എങ്കിലും നമ്മൾ നമ്മളുടെ നിലയും വിലയും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിന്നേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ അമ്മയെ പേരും കള്ളിയെന്നാ അമ്മായിയമ്മയും അപ്പച്ചിയും ഒക്കെ വിളിക്കുന്നത്. എന്തിനാ വെറുതെ നമ്മുടെ അച്ഛനെ അമ്മയെ പറയിപ്പിക്കുന്നത്? എന്നും നന്മയുടെ പക്ഷത്ത് മാത്രം നിന്നിട്ടുള്ള അച്ഛനെ ഇവിടെ പലരും കുറ്റപ്പെടുത്തുമ്പോൾ അച്ഛനേക്കാളും വേദനിച്ചിട്ടുണ്ട് എനിക്ക്. അതിനിനി നമ്മളായിട്ട് അവസരം കൊടുക്കണ്ട. നീയുടെ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നിനക്ക് സാവകാശം ഇതൊക്കെ മറക്കാൻ പറ്റും. എനിക്ക് ചെറിയ വിഷമമുണ്ടെങ്കിലും ഞാനിപ്പോൾ ഓക്കെയാണ് ചേച്ചി. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് എന്നെ ഇങ്ങോട്ട് നേരത്തെ വിളിക്കണ്ടായിരുന്നു. നീയിപ്പോൾ എന്തായാലും വന്നു പോയില്ലേ മോളെ, അതുകൊണ്ട് മറ്റുള്ളവരുടെ ചോദ്യം ഒഴിവാക്കാനാണെങ്കിലും കല്യാണം കഴിയുന്നത് വരെ മോള് പിടിച്ചു നിൽക്കണം. നമ്മളുടെ വീട്ടിൽ വെച്ച് ഞാൻ എന്ത് പറഞ്ഞാലും മോള് കേൾക്കുമായിരുന്നു. ഇവിടെയും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. അത് കേൾക്കാതെ പോകരുത്. അനിയുടെ അമ്മ അനാമികയുടെ അടുത്തെത്തി. എന്നിട്ട് അനാമിക അവരോട് പറയാണ്, ഞാൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയല്ല. നന്ദുവിനോട് കല്യാണത്തിൻ്റെ അന്ന് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതെന്താ മോളെ അങ്ങനെ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സംശയങ്ങളല്ല, എനിക്ക് നേരിട്ടറിയാവുന്ന സത്യങ്ങളാണ്. നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലാ അമ്മേ. അവർ ഷോക്കടിച്ചതുപോലെയായി. പക്ഷേ അവരുടെ മനസ്സിലും ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് മനസ്സിൽ പറയാണ്, എൻ്റെ സംശയം ശരിയായി വരികയാണല്ലോ. എന്താ മോളെ അങ്ങനെ പറയാൻ കാരണം? കാരണം ഒരുപാടുണ്ട്. പിന്നെ അവൾ അനിയോട് സംസാരിച്ച കാര്യങ്ങളും അനിയെ സംസാരിച്ചിട്ട് അനിയോട് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങളും അനിയോട് അങ്ങനെ മറുത്ത് പറയുന്നത്. അതായത് പറഞ്ഞാൽ രാത്രിയിലൊന്നും ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ നിന്നെ കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയോട് വിശദീകരിക്കുകയാണ്.
ആ സമയത്തൊക്കെ നിൻ്റെ മൊബൈൽ എൻഗേജ്ഡ് ആയിരിക്കും. എന്നാൽ പിന്നെ ഞാൻ പറയാം മൊബൈലിനോട് നീ വിളിക്കുന്ന സമയത്ത് എൻഗേജ്ഡ് ആവരുതെന്ന്. അല്ലാതെ നിന്നോട് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത്? എൻ്റെ 2 ചേച്ചിമാരും ആ വീട്ടിലെ മരുമക്കളാണ്. അപ്പോൾ അവരുടെ അനിയത്തിയായ നന്ദുവിന് അവിടേക്ക് വരാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അനി നന്ദുവിനോട് പറഞ്ഞ വാക്കാണത്. ഇതെല്ലാം അനാമികയ്ക്ക് അറിയാം. അതെല്ലാം ആ കാര്യങ്ങളൊക്കെ അമ്മയോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചു. ഞാൻ പലപ്പോഴും അനിയെ വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ എൻഗേജ്ഡാണ്. ആ സമയത്ത് നന്ദുവിനെ വിളിച്ചാൽ അവളും എൻഗേജ്ഡ് ആയിരിക്കും. അവർ തമ്മിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മ പറയാണ് അവർ തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സാണ് മോളെ. സത്യം പറഞ്ഞാൽ നന്ദുവിനെ പോലെ മറ്റൊരു പെൺകുട്ടിയായിട്ടും അവൻ ഇത്രയും അടുത്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ പരിധിക്കപ്പുറം ഒരു അടുപ്പം ഉണ്ടായിപ്പോയി എന്ന്. അത് അവരുടെ വീട്ടുകാർക്കും അറിയാം. എന്നിട്ടും തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അമ്മയോട് ഇതൊക്കെ പറയേണ്ടി വന്നത്. ഞാനെന്നും നാനയെയും അവളുടെ വീട്ടുകാരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നമ്മളെല്ലാം അങ്ങനെയല്ലേ അമ്മേ? പക്ഷേ ഈ പറയുന്ന നന്ദുവിൻ്റെ ചേച്ചിമാരുടെയും അമ്മയുടെയും ഒക്കെ ആഗ്രഹം അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നാ. അവർക്ക് മുകളിൽ ഒരു ബന്ധം എനിക്ക് കിട്ടുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അത് ചിലപ്പോൾ മോൾ പറഞ്ഞത് ശരിയായിരിക്കും. മോൾക്കറിയാലോ, ഞാനേ ഒട്ടും ഇഷ്ടമല്ല അവളുടെ അമ്മായിയമ്മയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട് ഇനി വരാൻ പോകുന്ന മരുമകളാണ് ആ വീട്ടിലെ ആദ്യത്തെ മരുമകൾ എന്ന്. എന്തിനാ അമ്മേ അങ്ങനെയൊക്കെ പറയുന്നേ? അതൊക്കെ അവരുടെ ഈഗോ കൂട്ടാനല്ലേ സഹായിക്കൂ. ഇനിയിപ്പോൾ എന്ത് ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും മോളെ വിട്ട് ഒരു കളിക്ക് ഞങ്ങളില്ല. മോളെ ഞാനും എൻ്റെ മരുമകളായി കണ്ടു കഴിഞ്ഞു. ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് അനിയെയാണ്. ഒരുപാടങ്ങ് മോഹിച്ചു പോയി അമ്മേ. ഇനി അനിയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നമ്മൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കും. അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. മോളുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് തന്നത് അനിയുടെ മുത്തശ്ശനാണ്. അതുകൊണ്ട് ഇനി ആർക്കും ഈ ബന്ധം മുടക്കാൻ പറ്റില്ല. എങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ കാരണം ആരെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള ഒരു ഭയം. അതുകൊണ്ടാണ് ഞാനിതൊക്കെ അമ്മയോട് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല അമ്മേ. ആ വീട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആദർശേട്ടൻ പെണ്ണ് കണ്ടത് നവ്യയാണ്. എന്നിട്ട് നടന്നതോ നയനയെ. കല്യാണ ദിവസം അബിക്കൊപ്പം നയന പോയി കളഞ്ഞില്ലേ? നവ്യ പോയി കളഞ്ഞില്ലേ? എന്നിട്ട് നയനയേട്ടത്തിയും ആദർശേട്ടനും ഒന്നിച്ചത് എങ്ങനെയാ? കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അന്ന് നടന്നത്. ആ നിലയ്ക്ക് എൻ്റെയും അനിയുടെയും വിവാഹത്തിന് മുമ്പ് എന്തും സംഭവിക്കാം. അതിൻ്റെ മുന്നോടിയായിട്ടാണോ നന്ദു അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവൻ എൻ്റെ മോനാ. ഒരിക്കലും അബിയെപ്പോലെ അവൻ പെരുമാറില്ല. മോൾ എന്നെ വിശ്വസിക്ക്. എൻ്റെ മരുമകൾ മോള് തന്നെയാണ്. ആ സ്ഥാനത്തിന് നന്ദു എന്നല്ല വേറെ ഒരുത്തിയും വരാൻ പോകുന്നില്ല. പിന്നെ നയനയും നന്ദുവുമാണ്. അപ്പോൾ നയന നന്ദുവിനോട് പറയാണ്, അതെ, ഒരുപാട് വീർപ്പുമുട്ടൽ ഉണ്ട് മോൾക്കും അനിക്കും തമ്മിൽ. നീ ഇടയ്ക്ക് വെച്ച് ഫ്രണ്ട്സുമായിട്ട് അനിയുടെ മുമ്പിൽ നല്ല സന്തോഷം കാണിച്ചായിരുന്നല്ലോ. അത് ഇനിയും വേണം. അനി ഹാളിലുണ്ട്. ഞാൻ ചായ ഇട്ട് തരാം. നീ ആ ചായ അനിക്ക് കൊണ്ടു കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കേ. നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അനി വിചാരിക്കും. അല്ലെങ്കിൽ തന്നെ നീ അതെല്ലാം മറന്നെന്നല്ലേ പറഞ്ഞേ. എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ ഒരു ഭാരം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? അങ്ങനെയൊന്നുമില്ല ചേച്ചി. പിന്നെ അനിയുടെ മുഖത്ത് ഒരു വിഷമമുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് പഴയതുപോലെ മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി മുതൽ മിങ്കിൾ ചെയ്യണം. വാ, ഞാൻ ചായ ഇട്ട് തരാം. നന്ദു ചായയുമായിട്ട് വന്നിട്ട് പറയാണ്, അനി ഇതാ ചായ. ചിരിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതാ. എന്നിട്ടും അനി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഒന്ന് ഉഷാറാവുന്നേ. കല്യാണ പയ്യനല്ലേ. അപ്പോൾ അവൻ പറയാണ്, നന്ദുവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം അനാമികയോട് ഞാൻ നല്ല അടുപ്പം കാണിച്ചതാ. പക്ഷേ അവളും ഞാനും ചേരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വെറുതെ തോന്നുന്നതാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അനാമിക കഴിഞ്ഞേ എനിക്ക് മറ്റ് എന്തും ഉള്ളൂ എന്ന് തോന്നും. പിന്നെ ഞങ്ങൾക്കൊക്കെ ഇയാളെ കാണാൻ പറ്റുമെന്ന് സംശയമാണ്. ഞാനീ പഠിത്തവും കമ്പനിയിലെ തിരക്കുമൊക്കെ ആയിട്ട് നടക്കുന്നതിനിടയിൽ വലിയ ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നന്ദുവിനെയും ഫ്രണ്ട്സിനെയും പരിചയപ്പെട്ടപ്പോഴാണ് എനിക്കൊരു പുതുജീവിതം കിട്ടിയത്. അങ്ങനെയെങ്കിൽ കല്യാണശേഷം അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രണ്ടാളും ഒരുമിച്ച് വാ. അപ്പോൾ പിന്നെ മറ്റ് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അനാമിക എന്ത് മനസ്സിലാക്കാനാ? അല്ല, അനാമിക നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിനും അപ്പുറം എന്തോ ബന്ധമുണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ലല്ലോ. ഞാൻ നോക്കാം. എന്തായാലും അനാമികയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാനും നന്ദുവായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു കോട്ടവും തട്ടാതെ നിൽക്കണം. അപ്പോൾ അനിയുടെ അമ്മ അവിടെ എത്തി. അമ്മ എവിടെ പോയതാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഞാനാ എവിടെ പോയി? ചേച്ചി അടുക്കളയിലുണ്ട്. ചേച്ചി ചായ ഉണ്ടാക്കിയിട്ട് അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുക. അമ്മ എന്താ ആലോചിക്കുന്നേ? അനി ചോദിക്കുക. ഏയ്
ഒന്നുമില്ല മോനെ, നീ ചായ കുടിക്ക്. അനിയുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ആളാകെ സീരിയസ് ആണല്ലോ. അത് തന്നെ ഞാനും വിചാരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് അനി സെൻട്രലിൽ ഇരുന്നിട്ട് ഫോണിലെന്തോ കാണുകയാണ്. അപ്പോൾ അവിടേക്ക് ആദർശ് വരികയാണ്. എടാ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? അതെ, നിനക്കറിയാലോ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും സ്നേഹമുള്ളതും നിന്നോടാണെന്ന്. അതുകൊണ്ട് തന്നെ നിന്റെ കല്യാണം പ്രമാണിച്ച് ഞാൻ 1-2 ദിവസം ഓഫീസിൽ പോകുന്നില്ല. നമുക്ക് എല്ലാ ദിവസവും ഒന്ന് ആഘോഷിക്കാം. അല്ല, എന്താഘോഷം? നമുക്കെല്ലാവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാടാ. അപ്പോൾ അനി പറയാണ്, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. എടാ, കല്യാണം ഇനി നീ ആക്റ്റീവായേ പറ്റൂ. ഇപ്പം തന്നെ അനാമിക പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക നിനക്കൊന്നിനും ഒരു താല്പര്യമില്ലാന്ന്. അതിൽ നിന്നൊക്കെ നിന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഏട്ടാ, അനാമികയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെയാ നമ്മൾ ഈ കല്യാണം നടത്താൻ പോകുന്നത്. എനിക്കെന്തോ ഈ ആലോചന മുറുകിയപ്പോഴേ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അതെ, നിന്റെ മനസ്സിൽ മറ്റെന്തോ ഉള്ളത് കൊണ്ടാ. അതൊക്കെ മറന്ന് നല്ല ചുറുചുറുക്കോടെ അനാമികയെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങ്. അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നവ്യയെടുത്തേ പോലെ മറ്റൊരാൾ. എനിക്ക് അവളെക്കുറിച്ച് അങ്ങനെയാണ് തോന്നിയത്. എടാ, ആ നവ്യയും ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും മാറണമെന്നില്ലല്ലോ ഏട്ടാ. തർക്കിക്കാതെ നീ അങ്ങോട്ട് വരാൻ നോക്ക്. എല്ലാവരും അവിടെ കാത്തിരിക്കുക. പിന്നെ ചില മത്സരങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ വന്നേ. അപ്പോൾ അനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.